ലേറ്റായപ്പോ വരില്ലാന്ന് വിചാരിച്ചു. അല്ല, നിങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ആക്സിഡന്റിൽ കുട്ടിക്ക് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കുറെ കാശെന്ന് സഹായിച്ചു. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നത്? തിരക്കൂട്ടാതെ. കുട്ടിയുടെ അമ്മാവനായതുകൊണ്ട് എനിക്ക് ചിലതൊക്കെ പറയാനുണ്ടാവും. ഇരിക്കേ. ഇരിക്കുന്നേ. തൻ്റെ അമ്മയെ മരിക്കാൻ വിട്ടത് പിശുക്ക് കാരണമാണെന്ന് കേട്ടത് പരദൂഷണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ തറവാട് സ്വത്തിൽ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് ആർക്കും കൊടുക്കാതെ കൈവച്ചുകൊണ്ടിരിക്കുന്നത് മോശം തന്നെ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? കൊച്ചിന് കുഴപ്പമൊന്നുമില്ലെന്ന് ആദ്യം വിചാരിച്ചത്. വിശദമായിട്ട് നോക്കിയപ്പോഴാണ് പല പ്രശ്നങ്ങൾ കണ്ടത്. കുറഞ്ഞ ചെലവിലൊന്നും തീരുന്ന പ്രശ്നമല്ല. എൻ്റെ അളിയനും പങ്ങളും പാവങ്ങളായതുകൊണ്ട് അവരധികം ഡിമാൻഡ് ചെയ്യില്ല. പക്ഷേ അമ്മാവനായ എനിക്ക് ഇടപെടാതിരിക്കാനും പറ്റില്ലല്ലോ. നിങ്ങൾ പറയുന്നത് ശരിയാണെന്നൊന്നും എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നിങ്ങൾ അന്വേഷിക്കാൻ ചെന്നാലേ നാണം കെട്ട് തിരിച്ചു വരേണ്ട സ്ഥിതിയാവും. ഞാൻ ചോദിച്ച കാശ് നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. നിങ്ങൾ പറയുന്ന ഇത്ര വലിയ തുകയൊന്നും തരാൻ എൻ്റെ അടുത്ത് ഇല്ല. എന്നെ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കരുത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഡ്യൂട്ടിയിൽ പല സ്ഥലത്തും എനിക്ക് പോകേണ്ടി വരുമെന്നേ. നീ ഇങ്ങനെ ആവശ്യമില്ലാതെ സംശയിക്കാതെ. പെണ്ണിന്റെ ശബ്ദം ഇവിടെ മണ്ണിന്റെ അതൊന്നുമില്ല. നിനക്കും അത് വട്ടായതോട് തോന്നുക. എടി നീ ഒന്ന് സമാധാനപ്പെട്. ഒന്ന് സമാധാനപ്പെടാൻ. ഞാനല്ലേ പറയുന്നത്. ഒന്നുമില്ലെന്നേ, ഒന്നുമില്ല. ചക്കരയല്ലേ നീ. ഞാൻ ജോലി തീർത്ത് ഉടനെ വരും കേട്ടോ. സത്യം പറഞ്ഞ CCTV വിഷ്വൽസ് ഒക്കെ ഞാൻ കണ്ടതാ. എൻ്റെ പെങ്ങടെ കുട്ടി നിങ്ങളുടെ വണ്ടിക്ക് വട്ടം ചാടിയാന്നും അറിയാം. കുറെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ തിരിച്ചും മനസ്സിലാക്കി ഇങ്ങോട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് തരണം. What do you mean? നിങ്ങൾ വിചാരിക്കുന്നവരെ ഞാൻ കുഴപ്പക്കാരൊന്നുമല്ല. അതെ, പിന്നെ ഒരു അംബീഷനാണ് എൻ്റെ. എൻ്റെ ഒരു ആഗ്രഹം. അതെ, എൻ്റെ ഫോൺ. ഞാൻ ഡോക്ടർ പ്രിയദർശൻ. ഡോക്ടറോ? ഞാനിവരുടെ ഡോക്ടറാണ്. എൻ്റെ ഫോണൊന്ന് തരാമോ? ഇവരെ ഡിപ്രഷൻ മൂലം ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനാണ്. അപ്പോൾ ട്രീറ്റ് ചെയ്തിപ്പോൾ ഇവർക്ക് എന്നോട് പറയാമോ? ഇന്നലെ വീട്ടിലേക്കും വന്നു. ഭാര്യ പിണങ്ങിപ്പോയി. ആ ഫോണൊന്ന് തരാമോ പ്ലീസ്? നോക്കൂ, വോയിസ് റെക്കോർഡറാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ഇവരുടെ മെയിൻ ഇത്. എന്നിട്ട് വീട്ടിലേക്ക് അയക്കും. സ്ലോ പോയിസൺസ് ആണ് ഇതെല്ലാം സൂയിസൈഡ് ചെയ്യാനുള്ള പരിപാടി. സൂയിസൈഡോ? ഇന്ന് എൻ്റെ ഭാര്യ എനിക്കൊരു മെസ്സേജ് അയച്ചാ, എന്നിട്ട് പിണങ്ങിപ്പോയി. ഇനി ഒരു വരില്ലെന്നാ പറയുന്നത്. ഇറ്റ്സ് ഓക്കെ, യു ഗൈസ് എൻജോയ്. ഇല്ല, ഞങ്ങൾ എൻജോയ് ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുക. ഡോക്ടർ ഇവരെ വിളിച്ചോളൂ, പോയിക്കേ. അല്ല, ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ വന്നാ. നിങ്ങളുടെ ഫാമിലി, ഞങ്ങൾക്ക് ഫാമിലി പ്രശ്നമൊക്കെ ഉണ്ട്. എന്റെ ഭാര്യ അറിഞ്ഞ പ്രശ്നമാണ്. അങ്ങോട്ട് വിളിച്ചോണ്ട് പോകും. പെണ്ണേ, ഒരു മിനിറ്റ്. നമ്മൾ തമ്മിൽ ഒരു ഇടപാടുമില്ല. എനിക്കൊരു പൈസയും വേണ്ട, എനിക്കൊരു കോമ്പൻസേഷൻ വേണ്ട. നീ ഒന്ന് പോയി തന്നാ മതി. എന്റെ പൊന്നനിയാ, ഞാനൊരു കാര്യം പറയട്ടെ. ദയവ് ചെയ്ത് എനിക്കൊരു അബദ്ധം പറ്റി പോയതാ. ആ ക്ലബിലെ ജോസ് എന്ന് പറഞ്ഞ് വൃത്തികെട്ടവൻ, അവൻ പറഞ്ഞിട്ട് ഞാൻ ഈ കുരിശിനെ ഏറ്റെടുത്ത് പോയതാ. അതുകൊണ്ട് ക്ഷമിക്കുക, ഞാൻ ഇനി ഇതിനകത്തില്ല. ഞാൻ പെട്ടുപോയതാ. ദയവ് ചെയ്തൊന്ന് ഇറങ്ങിത്താ പ്ലീസ്. അതൊന്നും എടുക്കണ്ട, ഞാൻ എടുത്തോളാം. വേഗം സ്ഥലം വിട്ടാ മതി. വേഗം സ്ഥലം വിട്ട. ഒറ്റ കേസ്. ദൈവമേ. താൻ എന്തൊക്കെയാണോ എന്നെ കുറിച്ച് അവിടെ വെച്ച് പറഞ്ഞേ? അല്ല, എനിക്ക് അയാൾ ഇടിച്ചു വീഴ്ത്താനുള്ള കഴിവൊന്നുമില്ല. എനിക്ക് ആകെ എന്തെങ്കിലും ഒരു കഥ പറഞ്ഞ് വർക്കാക്കാനുള്ള കഴിവുള്ളൂ. അത് ഫലിച്ചത് കാരണം കൊണ്ട് രക്ഷപ്പെട്ടു. താനെന്തിനാ എയർപോർട്ടിൽ പോണേനിടയ്ക്ക് ഇപ്പം ഇങ്ങോട്ട് കയറി വന്നേ? ഹായ്, എൻ്റെ ഫോൺ നിങ്ങളുടെ കയ്യിലല്ലേ? ഓ സോറി, അതിലേക്ക് ആരൊക്കെയോ മിസ് കോളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു.
ആണോ? അയ്യോ, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടല്ലോ. താനിപ്പോൾ എന്തായാലും വന്നത് നന്നായി. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് വാഷ്റൂം പോകണം. എന്താ? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് വാഷ്റൂമിൽ പോകണം. വാഷ്റൂം? ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് ഞാൻ എയർപോർട്ടിൽ എത്തിക്കാം. അവിടെ പോയാൽ മതിയോ? ഞാൻ ഇപ്പം എത്തിക്കാട്ടോ, ഇപ്പം എത്തിക്കാം. ചിലപ്പോൾ ഒരു 5 കൂടി വരും കേട്ടോ. അവിടെയാണ് വാഷ്റൂം ഉള്ളത്. താങ്ക് യു. ശ്രീത്ത് ഇപ്പൊ എവിടെയുണ്ട്? അത് ഞാൻ ഇറങ്ങാൻ നിൽക്കുക. അതിപ്പോ ചെക്കിൻ സമയമായി. ഞാൻ എയർപോർട്ട് പാർക്കിംഗിൽ എത്തിയിട്ടുണ്ട്. എവിടെയാ ലൊക്കേഷൻ? എവിടെ കറക്റ്റ് നിൽക്കുന്നത്? ഞാൻ ഇപ്പൊ ഇവിടെ ഈ കഫറ്റീരിയയിലുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ കീർത്തി, പ്രിയേട്ടാ, നമുക്കൊന്ന് അവിടെ പോയിരുന്നാലോ? എക്സ്ക്യൂസ് മീ, ഈ ചെയർ ഒന്ന് ഇരിക്ക്. ശ്രീതേ, ഞാൻ ഫൈസലിനെ ഡയൽ ചെയ്ത് തരാം. ഒന്ന് സംസാരിക്കാം. അല്ല പ്രിയേട്ട, അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. മിസ്അണ്ടർസ്റ്റാൻഡിങ്. എനിക്ക് മനസ്സിലായി. ഈ ഭാര്യമാര് ജോലിക്ക് പോകണ്ടെന്ന് പറയുന്ന ടൈപ്പ് ഒരു ഭർത്താവാണ് ശ്രീതെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയേട്ട, ഇങ്ങനെ ഒരു സൈഡ് മാത്രം സംസാരിക്കാനാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എനിക്കിവിടെ ജോലിക്ക് പോകുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഷോ ദേ ഇപ്പൊ വാക്ക് മാറ്റല്ലേ. എനിക്ക് ജോലി കിട്ടുന്നതെന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനല്ലേ നിങ്ങൾ? ഇടയ്ക്ക് സംസാരിക്കില്ലേ ശ്രീതോട്? പ്രിയേട്ട, എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി ഫുൾ ടൈം ഫോണും കുത്തി പിടിച്ചോണ്ടിരിക്കുകയാണ്. ചാറ്റിങ്ങും. ഞാൻ ജോലിക്ക് പോയാൽ എനിക്ക് വേറെ പല ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ആളല്ലേ നിങ്ങൾ? അല്ലേ? പ്രിയേട്ട, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനാണ് ആ വീട്ടിൽ സമ്പാദിക്കുന്നത്. ഞാനാണ് ആ വീട്ടിൽ ഇവക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുന്നുണ്ട്, ഇവക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ പൊന്നു പോലെയാണ് നോക്കുന്നത്. എന്തായാലും കുറയാൻ വരുന്നുണ്ടോ? നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി ജോലിക്ക് പോകണ്ട ശ്രീജിത്ത്. ഞാൻ ജോലിക്ക് പോക്കോളാം, നിങ്ങൾ വീട്ടിലിരുന്നോ. ഞാനും പൊന്നുപോലെ നിങ്ങളെ നോക്കിക്കോളാം. ഇതാണ് ആറ്റിറ്റ്യൂഡ്. എന്തായാലും പറയുമ്പോ ഇതാണ് ആറ്റിറ്റ്യൂഡ്. ഇവളെത്ര സില്ലിയാണെന്ന് പ്രിയേട്ടനറിയോ? അതായത് കഴിഞ്ഞ ദിവസം എന്താ ഫേസ്ബുക്കില് എന്തോ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ലൈക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരാഴ്ച എന്നോട് വേണ്ടിയിട്ടില്ല. അറിയോ? എന്തെങ്കിലും കാര്യം പറഞ്ഞ് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ DP അങ്ങ് മാറ്റും, ഡാർക്ക് എന്നും പറഞ്ഞിടും. പിന്നെ എന്താണ് ട്രെയിൻ പോലെയാണ് സ്റ്റാറ്റസ് ഇടുന്നത്. ഇതൊക്കെ എന്തിനാ നാട്ടുകാരെ അറിയിക്കുന്നത്? നാട്ടുകാരെ അറിയിച്ചാൽ നിങ്ങൾക്ക് എന്താ ഗുണം കിട്ടുന്നത്? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഒറ്റയ്ക്ക് മലമൂട്ടി ചെന്ന ആ അനന്തത്തിലോട്ട് നോക്കിക്കുന്ന ഒരു DP ഉണ്ടല്ലോ, ആ DP മാറ്റ്. എന്നിട്ട് നമ്മൾ രണ്ടുപേരും നിൽക്കുന്ന DP ഇട്. അത് പറ്റുമോ നിങ്ങൾ? ആദ്യമേ പ്രായത്തിനൊത്ത മെച്ചൂരിറ്റി കാണിക്കും. വലിയ മെച്ചൂരിറ്റി ഉള്ള ഒരു മനുഷ്യൻ. എല്ലാ ദിവസവും രാത്രി ചപ്പാത്തി ഉണ്ടാക്കി തരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചോന്ന് ഞാൻ മറന്നിട്ടില്ല. നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരാൻ വേണ്ടിട്ടല്ല ഞാൻ കഷ്ടപ്പെട്ട MBA വരെ പഠിച്ചത്. ഒരു മിനിറ്റ്, നിങ്ങൾ ഈ പബ്ലിക് സ്പേസിൽ കിടന്ന് ഇങ്ങനെ തല്ലു പിടിക്കില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ കീർത്തിക്ക് ഒരു ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, എന്നെ വിശ്വാസമില്ലേ? അതോടല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കീർത്തി ജോലിക്ക് പോവാണെങ്കിലും ശ്രീതിനെ ശ്രദ്ധിക്കാനും ടേക്ക് കെയർ ചെയ്യാനൊക്കെ കീർത്തിക്ക് പറ്റില്ലേ? എന്താ പ്രിയേട്ട അങ്ങനെ ചോദിച്ചേ? ഞാൻ പിന്നെ ശ്രീതിനെ നോക്കാതിരിക്കുവോ? എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സില്ലി കാര്യങ്ങളാണ്. നിങ്ങൾ 10-15 മിനിറ്റ് സംസാരിച്ച് തീരാവുന്നേ ഉള്ളൂ. എത്ര മണിക്കാണ് ശ്രീതിന് ഫ്ലൈറ്റ്? എനിക്ക് പോയിട്ട് ഒരു അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ടാ. കീർത്തി ഇവിടെ ഒന്ന് സംസാരിക്കും കുറച്ച് നേരം. ഇരിക്കും കീർത്തി, ഇരിക്കും. താങ്ക് യു കേട്ടാ. അപ്പൊ ഓക്കെ, കാണാം. ശരി. അതെ, വെറുതെ പ്രിയേട്ടനൊക്കെ ഇതിനകത്ത് ഒരു ഫോൺ മാറും.